സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം. മുസ്ലിങ്ങളെ പരിരക്ഷിക്കാൻ ഭാരതം തയ്യാറാകണമെന്ന് മുർഷിദാബാദ് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവിന്റെ പ്രസ് സെക്രട്ടറി നടത്തിയ പ്രസ്താവനയിലാണ് ഭാരതത്തിന്റെ മറുപടി. ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ബംഗ്ലാദേശ് സർക്കാരിനൊപ്പമേ ഭാരതം നിലകൊള്ളുകയുള്ളൂ എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലേതടക്കമുള്ള മുസ്ലിങ്ങളെ പരിരക്ഷിക്കാൻ ഭാരതം തയ്യാറാകണമെന്ന മുർഷിദാബാദ് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവിന്റെ പ്രസ് സെക്രട്ടറി ഷാഫിഖുൽ ആലം നടത്തിയ പ്രസ്താവനയാണ് ഭാരതത്തെ ചൊടിപ്പിച്ചത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് ഭാരതം നിരന്തരം ആവശ്യമുയർത്തുമ്പോൾ അതിന് മറയിടാനാണ് ഇത്തരം പ്രസ്താവനകൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിന്റെ പ്രസ്താവനയെ തള്ളി വിദേശകാര്യ മന്ത്രാലയം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തുറന്നടിച്ചു. ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ബംഗ്ലാദേശ് സർക്കാരിനൊപ്പമേ ഭാരതം നിലകൊള്ളൂവെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. Several times we have said that, and this was repeated when our Prime Minister met the Chief Advisor in Bangladesh. India looks forward to having a positive and constructive relationship with Bangladesh. We stand for a democratic, for an inclusive and for a prosperous Bangladesh. ഭാരതത്തിലെ വിമാനത്താവളങ്ങൾ വഴിയോ തുറമുഖങ്ങൾ മുഖേനയോ റോഡ് മാർഗമോ ബംഗ്ലാദേശ് നടത്തിയിരുന്ന ചരക്ക് നീക്കങ്ങൾ തടഞ്ഞ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഉത്തരവിറക്കിയത് ബംഗ്ലാദേശിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ബംഗ്ലാദേശിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെയാണ് ഭാരതത്തിനെതിരെ ആക്ഷേപങ്ങൾ നടത്താൻ ബംഗ്ലാദേശ് മുതിർന്നത്. ജനം, ഡൽഹി.